ബുദ്ധിസമർത്ഥനായ സർജനും സാമൂഹ്യ പ്രവർത്തകനും എഴുത്തുകാരനുമൊക്കെയായ ഡോക്ടർ ജോർജ് പടനിലത്തിൻ്റെ ജീവിതത്തിലൂടെയുള്ള യാത്രയാണ് നാം നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ബ്ലോഗ് എഴുത്തിൽ ഈയിടെ കണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുന്നത്. ഉത്തരവാദിത്വങ്ങൾ എന്ന് അദ്ദേഹം തലക്കെട്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു വിഷയം. ജീവിതത്തിൽ നാം തീവ്രമായി ഒരു കാര്യം നേടണം എന്നാഗ്രഹിച്ചാൽ ഈ പ്രപഞ്ചം പോലും അതിന് നമുക്ക് കൂട്ടുനിൽക്കും എന്നാണ് ഡോക്ടർ അതിൽ പറയുന്നത്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഡോക്ടറോട് തന്നെ ചോദിച്ചറിയാം. ഡോക്ടർ, അങ്ങ് ഒത്തിരി ജീവിതാനുഭവങ്ങളുള്ള ഒരാളാണ്. എന്തിനെക്കുറിച്ചും ഡോക്ടർക്കൊരു പ്രത്യേകമായ കാഴ്ചപ്പാടാണ്, ദർശനമാണുള്ളത്. അങ്ങയുടെ ഒരു ബ്ലോഗ് എഴുത്തിൽ ഈയിടെ ശ്രദ്ധിച്ച ഒരു വിഷയം ഉത്തരവാദിത്വം എന്ന വിഷയം, അതിന് പേര് കൊടുത്തിരിക്കുന്നു. നമ്മളെപ്പോഴും പറയുന്ന കേൾക്കുന്ന ഒരു വാക്കാണത്. പക്ഷേ എന്തൊക്കെയോ വളരെ വിപുലമായ ഒരു അർത്ഥതലം അങ്ങ് ആ ഒരു വാക്കിന് കൊടുത്തിരിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതിനെക്കുറിച്ച് ഒന്ന് പറയുക. ഉത്തരവാദിത്വം എന്നുള്ളത് സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്നൊരു വാക്കാണെങ്കിലും അതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ആളുകൾ വളരെ ചുരുക്കമാണ്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അത് വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാനാണ് ചെയ്തതെന്ന് പറഞ്ഞ് അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാനായിട്ട് വളരെ ആൾക്കാർ കാണും. പക്ഷേ ഒരു തെറ്റ് പറ്റിപ്പോയെങ്കിൽ അല്ലെങ്കിൽ ഒരു അബദ്ധം പറ്റിപ്പോയെങ്കിൽ മറ്റുള്ളവർ കളിയാക്കി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ എനിക്കൊരു അബദ്ധമാണ് പറ്റിയത് എന്ന് സമ്മതിക്കാനായിട്ട് തയ്യാറാകുന്ന ആളുകൾ വളരെ കുറവാണ്. അതൊരു മാനക്കേടായിട്ടാണ് അവർ കണക്കാക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഉത്തരവാദി ഞാനാണ് എന്നുള്ളൊരു വിചാരമില്ല. ചെറുപ്പം മുതലേ നമ്മൾ ഈ മറ്റുള്ളവരെ കുറ്റം പറയുക, നമ്മൾ സാധാരണ കേൾക്കുന്നതാണ്. വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ കേൾക്കുന്നത് എപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറയുക. നമ്മളിപ്പം ന്യൂസ് കേൾക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പത്രം വായിക്കുകയാണെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാരുടെ ഒരു പ്രധാന കേളീരംഗമാണ് മറ്റുള്ളവരെ കുറ്റം പറയുക, സ്വയം ന്യായീകരിക്കുക എന്നുള്ളത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്തത് കൊണ്ടാണ്. ഒരു ഗ്രീക്ക് കഥയുണ്ട്. ഹെർക്കുലീസ് എന്ന് പറയുന്നത് ശക്തിയുടെ ഒരു ദേവനായിരുന്നു. അങ്ങേരുടെ പടം കാണുകയാണെന്നുണ്ടെങ്കിൽ വലിയ ദൃഢഗാത്രനായ ഒരു പ്രതിമയൊക്കെയാണ് സാധാരണ നമ്മൾ പടത്തിലോ അല്ലെങ്കിൽ പ്രതിമയിലോ കാണുന്നത്. അപ്പം എന്തെങ്കിലും സഹായം, കായികമായ സഹായം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഹെർക്കുലീസിനോട് പ്രാർത്ഥിച്ചാൽ അത് ലഭിക്കുമെന്നുള്ളൊരു ചിന്തയായത് ഗ്രീക്കുകാർക്കുണ്ടായിരുന്നത്. അപ്പോൾ ഒരു കുതിരവണ്ടിയുമായിട്ട് ഒരാൾ പോവുകയായിരുന്നു. അത് പെട്ടെന്നൊരു ചെളിക്കുണ്ടിൽ താണു. ഇയാൾ അവിടെ നിന്നുകൊണ്ട് ഹെർക്കുലീസിനോട് പ്രാർത്ഥിച്ചു. കുറേയേറെ നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവസാനം ഹെർക്കുലീസ് പ്രത്യക്ഷപ്പെട്ട് അയാളോട് പറഞ്ഞു, നീ ആ രണ്ട് മുഖവും കൂടെ കെട്ടിയിരിക്കുന്ന ആ തണ്ട, ആ തടിയേൽ നല്ലതുപോലെ പിടിച്ചുകൊണ്ട് അത് മുന്നോട്ട് തള്ള, എന്നിട്ട് കുതിരയോടും പറ മുന്നോട്ട് പതുക്കെ അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കും മുന്നോട്ട് പോകാൻ. അങ്ങനെ അവൻ ചെയ്തപ്പോഴത്തേക്ക് ആ കുതിര ചക്രം പതുക്കെ അനങ്ങുകയും അത് ക്രമേണ ആ കുതിരയ്ക്ക് അതിനെ വലിച്ച് ആ കുണ്ടിൽ നിന്ന് പുറത്താക്കാൻ സാധിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഹെർക്കുലീസ് പറഞ്ഞു, സ്വയം ശ്രമിക്കാത്തവരെ ദേവതകൾ അനുഗ്രഹിക്കുകയില്ല എന്ന്. അപ്പോൾ അതാണ് ഈ നമ്മളെല്ലാവരും ചിന്തിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. പക്ഷെ നടക്കുമോ? ദൈവനിശ്ചയം അതായിരിക്കത്തില്ല. ഞാനത് ചെയ്തു കഴിഞ്ഞാൽ എനിക്കതിനുള്ള പ്രാപ്തി ഉണ്ടോ എന്ന് ആർക്കറിയാം. ഇങ്ങനെയുള്ള ചിന്തകളിൽ നമ്മൾ തന്നെത്താനെ നമ്മളെ തന്നെ പരാജയപ്പെടുത്തുന്ന ചിന്തകളാണ് പലപ്പോഴും. കാരണം വെച്ചാൽ നമുക്ക് നമ്മളിൽ ആത്മവിശ്വാസമില്ല, എന്നെക്കൊണ്ടത് സാധിക്കും എന്നുള്ളൊരു ചിന്തയില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നമുക്കൊരു ലക്ഷ്യം വേണം. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നതെന്ന് പലപ്പോഴും ചോദിക്കാത്ത ഒരു ചോദ്യമാണ്, ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന്. രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നു, പൈസ ഉണ്ടാക്കുന്നു, പൈസ കൊണ്ടുവരുമ്പോഴത്തേക്ക് കുറേ കള്ളു കുടിക്കുന്നു, അല്ലെങ്കിൽ അതിനായിട്ട് ചിലവാക്കുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് എന്തിനു വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ചോദ്യം, ആ ഒരു ചോദ്യത്തിന് അങ്ങ് ചോദിക്കാറില്ല. ചോദിച്ചെങ്കിൽ മാത്രമേ ഉത്തരം നമുക്ക് തേടേണ്ടതുള്ളൂ. അതുപോലെ തന്നെ ജീവിതത്തിൽ എല്ലാവരും ഒരു 99% ആൾക്കാരും ജീവിതത്തിൽ ഉദ്ദേശം എന്താണെന്നുള്ള ആഗ്രഹത്തിലല്ല. വെറുതെ പോകുന്നു, പഠിക്കുന്നു, ജോലി കിട്ടണം, ജോലി കിട്ടുന്നത് എന്തിനാണ്, കുടുംബം പോറ്റണം, അത് എന്നുള്ളതിൽ കവിഞ്ഞ് അതിൽ അതിനകത്തൊരു സംതൃപ്തിയോ എന്ത് സാധിച്ചാലാണ് എനിക്ക് സംതൃപ്തി വരുന്നതെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കത്തില്ല.
അപ്പോൾ എന്താണ് നമുക്ക് വേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് തീർച്ചയുണ്ടെങ്കിൽ അതെന്നെ കൊണ്ട് സാധിക്കുമോ എന്നുള്ളത് പ്രായോഗികമായിട്ട് ചിന്തിക്കണം. ഇപ്പം വലിയ ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് പണം വേണമായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ അത് ജോലി ചെയ്ത് അങ്ങനത്തെ ബിസിനസ് നടത്തി പരിചയമുള്ള ആളായിരിക്കണം. അതിനുള്ള എന്ത് ബിസിനസ്സാണ് ചെയ്യാൻ പോകുന്നുള്ളതിനെക്കുറിച്ച് പരിജ്ഞാനം വേണം, അതറിയാവുന്നവരോട് ചോദിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ ആ പശ്ചാത്തലം ഒരുക്കി കഴിഞ്ഞിട്ട് ഞാനതിന് സന്നദ്ധനാണോ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒക്കുമോ, അതിനകത്ത് എന്തെല്ലാം റിസ്ക് ഉണ്ട് എന്നെല്ലാം ഉള്ളതിനെക്കുറിച്ച് ആലോചിക്കാതെ കണ്ട് മുന്നോട്ട് പോകുന്ന ഒരുത്തിനും വിജയിക്കത്തില്ല. പക്ഷേ അത് ചെയ്യാതെ കണ്ട്, അതൊന്നും ചെയ്യാതെ കണ്ട് ചുമ്മാ കട്ടിലിരുന്നുകൊണ്ട് അയ്യോ എനിക്കിന്നത് ചെയ്താൽ കൊള്ളായിരുന്നു, പക്ഷേ ആർക്കറിയാം അത് ദൈവത്തിരുമനും സാധിക്കത്തില്ല എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ ഭക്തന്മാർക്ക് ഭൂഷണമായിരിക്കാം, പക്ഷെ ജീവിതത്തിൽ സാധിക്കുന്ന കാര്യമല്ല. അത് എന്ത് കാര്യത്തിനാണെങ്കിലും ശരി. ഇപ്പം എനിക്കിപ്പം ലോട്ടറി അടിച്ച് ഒരു കോടി രൂപ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ കടമെല്ലാം മാറും, എനിക്ക് ഒരുപാട് ആൾക്കാരെ സഹായിക്കും, ഇതാണൊക്കെ ചെയ്യും. പക്ഷെ ഞാനൊരു ലോട്ടറി ടിക്കറ്റ് മേടിക്കണ്ടേ? ലോട്ടറി ടിക്കറ്റ് മേടിക്കാതെ എനിക്ക് ലോട്ടറി അടിക്കണമെന്നും പറഞ്ഞ് ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ ലോട്ടറി അടിക്കുമോ? അതല്ല. എന്ന് പറഞ്ഞതുപോലെ ഏത് കാര്യത്തിനാണെങ്കിലും നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ മുൻകൈ എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചൈനീസ് പ്രൊവർബുണ്ട്, 1000 മൈൽ യാത്ര തുടങ്ങുന്നത് ആദ്യത്തെ സ്റ്റെപ്പ് കൊണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കാത്തവൻ 1000 മൈൽ യാത്ര സാധിക്കത്തില്ല. അപ്പോൾ എപ്പോഴാണെങ്കിലും ശരി നമ്മളതിനൊരു മുൻകൈ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ എന്തെങ്കിലും ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണെന്നുണ്ടെങ്കിൽ, സതുദ്ദേശത്തോടു കൂടിയാണ് നമുക്ക് നല്ലത് സാധിക്കണം, നല്ല ഉദ്ദേശത്തോടു കൂടിയാണെന്നുണ്ടെങ്കിൽ അതിന് ദൈവാനുഗ്രഹം ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് അതെല്ലാവർക്കും ലഭ്യമായിട്ടുള്ളൊരു സംഗതിയാണ്. അത് നമുക്ക് വായു നമ്മൾ ശ്വസിക്കുന്നത് പോലെയാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് വേണ്ട രീതിയിൽ ശക്തിയായിട്ട് ശ്വസിക്കണോ അതോ പതുക്കെ ശ്വസിച്ചാൽ മതി എന്ന് നമ്മൾ തീരുമാനിക്കുന്ന പോലെ നമുക്ക് എന്തുമാത്രം അനുഗ്രഹം വേണമെന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത്. നമ്മളിപ്പം കടപ്പുറത്തോട്ട് പോവുകയാണ്, നമുക്കവിടെ ഒരുപാട് വെള്ളം ആ മഹാസമുദ്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു ചിരട്ട കൊണ്ടുപോയി അതിനകത്തുനിന്ന് ആവശ്യത്തിന് വെള്ളം കോരിയെടുക്കാം. ഒരു ചെറിയ ബക്കറ്റ് കൊണ്ടുപോയി കോരിയെടുക്കാം, അല്ലെങ്കിൽ ഒരു കുടം കൊണ്ടുപോയി കോരിയെടുക്കാം, ഒരു വീപ്പ കൊണ്ടുപോയി കോരിയെടുക്കാം, ഒരു ട്രക്ക് നിറച്ച് വീപ്പകളുമായിട്ട് പോയി നമുക്ക് കോരിയെടുക്കാം. ആരും നമ്മളെ എതിർക്കാൻ പോകുന്നില്ല. നമുക്ക് എന്താ വേണ്ടത്, എന്തിനു വേണ്ടിയിട്ടാണത് വേണ്ടത്, ഞാനത് എങ്ങനെ ഉപയോഗിക്കാൻ പോകുന്നുള്ളതിനെക്കുറിച്ച് നിശ്ചയമുള്ള ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് പോയി അത് എടുക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ദൈവാനുഗ്രഹം എന്ന് പറയുന്നത്. നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നമുക്കത് കിട്ടിക്കൊണ്ടിരിക്കും. നമ്മുടെ ഉദ്ദേശം നല്ലതായിരിക്കണം, നമ്മൾ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കാൻ തയ്യാറായിരിക്കണം. എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്ക് നിരുത്സാഹപ്പെടാതെ മുന്നോട്ട് പോകാൻ തയ്യാറായിരിക്കണം. എനിക്കിത് സാധിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ആ കോൺഫിഡൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ സാധിക്കത്തില്ല. ഈ കോൺഫിഡൻസ് ഇല്ലാതെ വരുന്ന പലപ്പോഴും ചിന്തിക്കും ഞാൻ പരാജയപ്പെട്ടു പോകുമെന്നുള്ള ഭയമാണ്. വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ നമുക്കുള്ള ഭയം നമ്മൾ പരാജയപ്പെടുമോ എന്നുള്ളതല്ല, വിജയിച്ചു കഴിഞ്ഞാലോ എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എല്ലാം പഠിപ്പിച്ചിരിക്കുക നിന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, നീ മണ്ടനാടാ, നീ പഠിച്ചാലൊന്നും ശരിയാകാൻ പോകുന്നില്ല, ഇന്നിങ്ങനത്തെ ഫീഡിങ്ങാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ മനോഭാവത്തിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മണ്ടനാണെന്നുള്ള ആ മനോഭാവം എനിക്ക് മാറ്റിയെടുക്കേണ്ടി വരുമല്ലോ. ഇത്രയും കാലം ചിന്തിച്ചുകൊണ്ടിരുന്നതും എല്ലാം ദൈവത്തിൽ അർപ്പിച്ച് കഴിഞ്ഞതും ആ മനോഭാവത്തിലാണ്. അപ്പം അത് ഞാൻ മാറ്റുകയാണെങ്കിൽ അത് അഹങ്കാരമായിരിക്കില്ല എന്തെല്ലാം ഉള്ള ചിന്തകൾ വിജയിക്കുമെന്നുള്ളതാണ് നമ്മുടെ മറ്റുള്ളവരുടെ വിരോധമാണ് നമുക്ക് ഭയമെന്ന് പറയുന്നത് ശരിയല്ല. സ്നേഹമാണ് നമുക്ക് ഭയം എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്. നമ്മൾ പരാജയപ്പെടുമോ എന്നുള്ളതല്ല നമ്മുടെ ഭയം. നമ്മൾ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സെല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറ്റേണ്ടി വരുമല്ലോ. ഞാൻ മിടുക്കനാണല്ലോ, ഞാനിത് ചെയ്യാൻ അർഹനാണല്ലോ, എനിക്കതിനുള്ള സാമർഥ്യമുണ്ടല്ലോ, എനിക്കതിനുള്ള അർഹതയുണ്ടല്ലോ എന്നൊക്കെയുള്ള നമ്മുടെ അത് നമ്മൾ വേറൊന്നും മാറ്റി ചിന്തിക്കരുത്. നമുക്കൊരു വലിയ മാനസാന്തരം വരേണ്ടി വരും. നമ്മുടെ മനോഭാവത്തിന് വലിയ അന്തരം വരേണ്ടി വരും. എങ്കിൽ മാത്രമേ അത് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഉത്തരവാദിത്വം എടുക്കാത്തത് കൊണ്ട് വരാവുന്ന പരാജയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശക്തിയാണ് ക്ഷയിക്കുന്നത്. നമ്മളെ ഒരു തെറ്റ് പറ്റി എങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണെങ്കിൽ ആ തെറ്റ് എന്താണെന്ന് നമുക്ക് അപഗ്രഥിച്ച് നോക്കി അതെങ്ങനെ ഉണ്ടായി എന്ന് നോക്കി ഇനി അതങ്ങനെ വരാതിരിക്കാനായിട്ട് നോക്കി അതാണ് ഈ പരിജ്ഞാനം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഈ എക്സ്പേർട്സ് എന്ന് പറയുന്ന ആൾക്കാരെ, എക്സ്പേർട്സായിട്ട് വരുന്ന ആൾക്കാരെന്ന് പറയുന്നത് അവരുടെ സ്വന്തം തെറ്റുകളിൽ നിന്ന് കാരണം കണ്ടുപിടിച്ച് മേലിൽ അത് ഉണ്ടാകാതിരിക്കാനായിട്ട് സൂക്ഷിക്കുകയും
അത് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് തീർക്കുകയും ചെയ്യുക, എന്നിട്ട് അവരും മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യും. അങ്ങനത്തെ അബദ്ധം മറ്റുള്ളവർക്ക് പറ്റാതിരിക്കാനായിട്ട്. അതുകൊണ്ട് നമ്മൾ എക്സ്പേർട്ട് അഡ്വൈസ് ചോദിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ കാര്യമില്ല. കാരണം വെച്ചാൽ ഞങ്ങളുടെ ഒരു പ്രൊഫസർ പറഞ്ഞ പോലെ ഞാനൊരു എക്സ്പേർട്ടാണ്, സർജറിയിൽ ഞാനൊരു എക്സ്പേർട്ടാണ്. കാരണം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആവശ്യത്തിന് എനിക്ക് ഇത് ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിൽ നിന്നൊക്കെ ഞാനൊരു പാഠം പഠിച്ചു. അതുകൊണ്ട് എനിക്കറിയാം എന്താ തെറ്റ് ചെയ്യരുതെന്ന്. അപ്പോൾ ആ തെറ്റ് അങ്ങനെ ചെയ്യാതിരിക്കാനായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ തെറ്റുകളിൽ നിന്ന് നമ്മൾ പഠിക്കുന്നതാണ് നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാത്ത ആൾ ഒരിക്കലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകത്തില്ല. എന്നും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതല്ലാതെ അവർക്ക് സ്വന്തമായിട്ട് ഒരു നേട്ടം കൈവരിച്ചു എന്ന് അഭിമാനിക്കാൻ സാധിക്കത്തില്ല. ഉത്തരവാദിത്ത നിരാകരണം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ശക്തിയെ നിരാകരിക്കുക. നമുക്ക് ശക്തിയില്ല എന്ന് നമ്മൾ പരോക്ഷമായിട്ട് സമ്മതിക്കുകയാണ്. അപ്പോൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഏത് തുറയിലാണെങ്കിലും വിജയിക്കാനുള്ള ഏക വഴി. ഡോക്ടർ പറഞ്ഞതുപോലെ മനുഷ്യശക്തിയിൽ ഊർജം ഉൾക്കൊള്ളുന്ന ഒരു ഡോക്ടറെയാണ്, ഒരു വ്യക്തിയാണ് നമ്മളിവിടെ കണ്ടത്. നമുക്കറിയാം, നമ്മൾ ഒരു കാര്യം തീവ്രമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്താൽ ഈ പ്രപഞ്ചം പോലും നമുക്ക് കൂട്ടായി നിൽക്കും എന്നാണ് പറയുന്നത്. ആ ഒരു ആശയം തന്നെയാണ് ഇന്നത്തെ ഈ ചർച്ചയിൽ നിഴലിച്ചു നിന്നത്. ദൈവാനുഗ്രഹത്തിൻ്റെ സമുദ്രത്തിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ആ ഒരു അനുഗ്രഹങ്ങളെ കോരിയെടുത്തുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾക്കൊപ്പം നീങ്ങാനുള്ള ഒരു പ്രചോദനമാണ് ഡോക്ടർ ഇവിടെ നമ്മളോട് ചർച്ച ചെയ്തത്. അങ്ങനെ ജീവിത ലക്ഷ്യം നേടിയെടുക്കുവാൻ നമുക്കും പരിശ്രമിക്കാം.